ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ബോണ്ടയുടെ റെസിപ്പിയാണ് എടുക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി വേണം. അതേ അളവിൽ തന്നെ നമുക്ക് മൈദപ്പൊടിയും വേണം ഇട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് ജീരകമാണ്. ജീരകം പൊടിക്കാത്ത ഞാൻ എടുത്ത് വയ്ക്കുന്നത്, പൊടിച്ചത് കുഴപ്പമില്ല. പിന്നെ വേണ്ടത് നമുക്ക് 2 നുള്ളു ഉപ്പാണ്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് നാളികേരക്കൊത്ത് കണ്ടോ ഈ ചെറുതായിട്ട് എരിഞ്ഞതാണ്. അപ്പോൾ അത് വറുത്തത് ഞാൻ ഇടുന്നുണ്ട്. ചിലർ ബോണ്ടയിൽ നാളികേരം ഇടുന്നവരില്ല, ഞാനിപ്പോൾ നാളികേരം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ പേര് വേറെയാണ്, പക്ഷെ ഇപ്പോൾ തൃശ്ശൂരൊക്കെ പറയുന്നത് ബോണ്ടാന്ന് തന്നെയാണ് കേട്ടോ പറയുക. പിന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൈദയിലും മാത്രം ബോണ്ട ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലും നമുക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്കൊരു മിക്സിയിൽ ജാർ എടുക്കാം. വലിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 4 പഴമാണ് വേണ്ടത്. 4 പഴത്തിൽ ഞാൻ 3 മാത്രമേ എടുത്തുള്ളൂ. എന്നുവെച്ചാൽ നല്ല പഴുപ്പുള്ള പഴം ആയിരിക്കണം കേട്ടോ എടുക്കുമ്പോൾ. അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര എടുത്താൽ മതി. നമുക്ക് ഇപ്പോൾ പഞ്ചസാരയിൽ ആണ് ഉണ്ടാക്കുന്നത്, ശർക്കരയിൽ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഈ പഴത്തിന് നല്ല മധുരമുള്ള കാരണം കൊണ്ട് ഞാൻ പഞ്ചസാര 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. അര കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് ഏലക്കായാണ്. അപ്പോൾ 4 ഏലക്കായ ഞാൻ മുഴുവനാട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തതിൽ നമുക്ക് ഇത് ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് ഇടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ല, അതിനേക്കാൾ ഇത്തിരി ലൂസിലാണ് വേണ്ടത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ആയിരിക്കണം, ഇത്ര ലൂസ് മതി കണ്ടോ. എന്നിട്ട് നമ്മളിത് കുഴച്ച് നന്നായിട്ട് നമുക്ക് കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്നത് പോലെ ആവണം. അല്ലാണ്ട് വല്ലാണ്ട് ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യും. എന്നാലും നമ്മൾ കൈ നനച്ചിട്ടാണ് പിന്നെ നമ്മൾ ഉണ്ട പിടിക്കുന്നത് നമ്മൾ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അതിൽ വെള്ളം ചേർക്കേണ്ടൊന്നും കാര്യമില്ല. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് എനിക്ക് പഴം പഞ്ചസാര അടിച്ചത് കൃത്യമായിട്ട് കുഴച്ചപ്പോൾ നന്നായി ലൂസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇത് ഇരുന്ന് ചിലപ്പോൾ ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ലൂസാക്കി എടുക്കാമെന്നുള്ളൂ കണ്ടോ. നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ നമുക്കിത് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ചൂടുള്ള എണ്ണയിലാണ് ഇട്ടിട്ട് നമുക്ക് അപ്പോൾ ഓരോ ഉരുള പിടിക്കുമ്പോൾ നമുക്ക് കൈ നനച്ചിട്ട് വേണം നമ്മൾ എടുക്കണം. വെച്ചാൽ നമ്മൾ കയ്യിൽ ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ നമുക്കത് വീണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കണ്ടോ. ഇതേപോലെ നമുക്ക് വറുത്ത് ഇങ്ങനെ ചെറു തീയിൽ വേവിച്ച് ഇങ്ങനെ എടുക്കണം കണ്ടോ. ഒരു സൈഡ് മറിച്ചിട്ടിട്ട് വേണം എടുക്കണം. വെച്ചാൽ കുറച്ച് തീയിൽ വെച്ചെങ്കിൽ നമുക്ക് ഉള്ളിൽ വേവാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറമെ മുരിഞ്ഞെടുക്കും, ഉള്ളിൽ തീരെ വേവില്ല. അപ്പോൾ നമുക്കിത് എല്ലാതും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ 14 നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് മുരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായി വേവായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടൊക്കെ ചെയ്യണം നിങ്ങൾ. അപ്പോൾ ഇതിലൊരെണ്ണം മുറിച്ചത് സച്ച് കൊടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ അതെന്ന കാരണം കൊണ്ട് കാണിച്ചു തരാൻ പറ്റാണ്ടിരുന്നത്.
അപ്പോൾ ഞാൻ മുറിച്ചത് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, ഇതാണ് മുറിച്ചത്. കണ്ടോ, ഉള്ളിലൊക്കെ നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.